നമസ്കാരം. രാവിലെ ചെല്ലാനും ഹാർബറിൽ വന്നേനെ കേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, ഞങ്ങളുടെ ടൂൾസ് എല്ലാം ഉണ്ട്, പക്ഷേ ഒരാളിവിടെ വെള്ളത്തിൽ മുങ്ങി കിടപ്പുണ്ട്. പുള്ളി നമ്മളെ കണ്ടിട്ടില്ല. ഇയാൾ എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലല്ലേ. അടിച്ച് ഹോയ് എന്താ കൊറേ രക്ഷയുണ്ടാ? പറഞ്ഞു തീർന്നില്ല. പുള്ളി ഇതിൻ്റെ കണ്ട് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെല്ലാനം ഹാർബറിലാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്പിയർ ഗൺ അടിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. നേരം വെള്ളം തെളിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ വെള്ളമൊക്കെ തെളിഞ്ഞ് നല്ല കടൽ കണ്ടോ. അതേ നോക്കിയേ, നല്ല കടലിൻ്റെ പേര് മാറ്റിയിട്ട് ശാന്ത എന്നാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നല്ല ശാന്ത. അടിയാണ്. അടിച്ചാ പറഞ്ഞു അലേർട്ടാണ്. ഇതേ അടിച്ചിട്ടും മതി. പറഞ്ഞു തീർന്നില്ല. റോച്ച എന്തിനൊക്കെയോ അടിച്ച് ബെൽറ്റ് പോയിട്ടുണ്ട്. ബെൽറ്റ് മീൻസ് നമുക്ക് കാണുമ്പോൾ അറിയാം സ്പിയർ ഗണ്ണിൻ്റെ ബെൽറ്റ് റിലീസ് ആയിട്ടുണ്ട്. അതിനർത്ഥം അവൻ എന്തിനെയോ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങണാ? എന്നാ നീ പിടിക്കും. ഞാൻ ഇറങ്ങാം. അടിച്ചിട്ടുണ്ട്. വലിയ മീനാന്ന് തോന്നുന്നു. വലിയ മീൻ പണ്ടാരം വന്നപ്പോ തന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. കാളാഞ്ചി വന്ന് കയറിയപ്പോ കാളാഞ്ചിയാ. എന്റെ മോനെ ഇത് സീനാണ്. അടിപ്പിച്ച് കാണിച്ചു കൊടുക്കടാ. ഞാനൊക്കെ അതടി വലിയ കേറിയിട്ടില്ല. ഷാഫ്റ്റിക്കാറ്റ് കുത്തിക്കേറ്റി കുത്തിക്കാറ്റാണ് വഴി. ഷാഫ്റ്റ് കേറിട്ടില്ല. മുഴുവൻ കേറിട്ടില്ല. ഞാൻ കണ്ടു. നിന്ന ഷാഫ്റ്റ് ഒന്ന് തള്ളിക്കയറ്റിക്കാന്ന്. ഇനി പോവില്ല. ലോക്കാണല്ലേ. എന്റെ മോനെ ഇതെന്താണ്? ഞങ്ങൾ വരാൻ വേണ്ടി ഞാൻ കരയ്ക്ക് അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഞാനേ വന്ന് തുടങ്ങി വർത്താനം പറഞ്ഞപ്പോ തന്നെ കിട്ടിയ സാധനം എത്രയിലും ഉണ്ടോ? ഇവിടെ 6 കിലോ 5 കിലോ 5.5 കിലോ 4 കിലോ ഉണ്ടോ? അല്ല ഒരു കാര്യം പറയണ്ട. നിങ്ങൾ കയറി അത് പറഞ്ഞിട്ടേ ഇന്ന് ബാക്കി വർത്താനമുള്ളൂ. നീ എന്താണ് എന്നെ ഇത്ര നാൾ പറഞ്ഞിരുന്നത്? ഇവന്റെ കൂടെ എപ്പോ വന്നാലും മീൻ കിട്ടിയാലും ഞാൻ വന്നവരെ ഇവിടെ വെള്ളത്തിൽ കിടന്ന് വെറുതെ മുങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു. ഞാൻ വന്ന് വർത്താനം തുടങ്ങി ആദ്യത്തെ നമ്മൾ ക്യാമറ പോലും ഓഫ് ചെയ്തില്ല. അടി കണ്ടല്ല. മീനെ കാണിച്ചു കൊടുക്കുക നന്നായിട്ട്. സൈസ് കാളാഞ്ചി ചേട്ടാ. എനിക്ക് കണ്ടിട്ടൊരു 5.5 കിലോ 6 കിലോ ഒക്കെ അടുത്ത് മതിപ്പ് തോന്നിക്കണ കാളാഞ്ചി ഇല്ലേ? അത്രയും ഉണ്ട്. ഉണ്ടോ റോജ? അത് മാത്രമല്ല ഉള്ളി കയറി പോയി. അവൻ ജന്മം ചെയ്ത അവന് ഊരി പോകാൻ പറ്റില്ല. പറ്റിയല്ല. റോജ പിടിച്ചാ പിന്നെ രക്ഷയില്ല. കുടുംബ പിടിക്കണ പോലെ മുള്ളു കൊള്ളരുതേട്ടാ കയ്യില്. പിന്നല്ല ഇതിന്റെ എനിക്കൊരു നല്ല കരയൊക്കെ ഇത് പോകൂലോ. ആശാനെ ചത്താലും പോകൂല്. അല്ല കൊന്നാലും ഞാൻ പിടിയല്ലേ. ഇനി റോട്ടിൽ കൂടി നടക്കാൻ പറ്റില്ല. ഈ പാടം വന്ന സമയത്തല്ല ദേവേ അടി. ഞാൻ വന്നപ്പോ ഇവിടെ വെറുതെ വെള്ളത്തിൽ മുങ്ങി കിടക്കണായിരുന്നു അല്ലേ? പിന്നെ കാളാഞ്ചി വന്ന് ഉടനെ ഞാൻ വന്നപ്പോ കാളാഞ്ചി വന്ന് കാളാഞ്ചി വന്ന് നെഞ്ചു വിരിച്ചേക്കണം. നോക്കി ഇവനെ അനങ്ങിയിട്ടില്ല. അത് എന്താ സ്പോട്ടിലാണ് കിട്ടിയേക്കണത്. നീ ഉണ്ട്. അങ്ങനെ മാണ്ട്രേക്ക് വന്നപ്പോ സാറത്തിനെ പിടിച്ചു വരെ മാണ്ട്രേക്കിന്റെ പേര് മാറ്റിയിരിക്കുകയാണ്. ആശ പറ്റ വെറുതെ അല്ല. അപ്പൊ നമ്മുടെ മാതാവിന്റെ കപ്പലുടെ ഫ്രണ്ടിൽ വെച്ച് തിരിയെത്തിച്ചു. നോക്കിക്കോട്ടെ ഇപ്പൊ ആ ചേട്ടന്മാരൊക്കെ ഇപ്പൊ ചൂണ്ടയൊക്കെ അവിടെ വെച്ചിട്ട് മാണ്ട്രേക്ക് വന്നു.
ഞാൻ ഈ വെള്ളത്തിനടി ഇറങ്ങി നോക്കിയിട്ട് ഒരു കുന്തവും കാണാൻ പറ്റില്ല, കണ്ണ് പോലും കാണാൻ പറ്റില്ല. നിനക്ക് ഇരുട്ടത്ത് കാണാൻ വല്ല കഴിവുണ്ടാവും പണ്ടായിരുന്നു. ഞാനതല്ല ഈ സ്വരമൊക്കെ കേട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഉള്ള കാര്യം പറയാം, ഏതെങ്കിലും ഏറ്റവും അടിപോയിട്ട് ഏതെങ്കിലും കല്ലിന്റെ ഇടക്ക് പോയി പാത്തിരി വെട്ടം വരൂല, വെട്ടം വന്നതിന്റെ ഇതിന്റെ ഇടക്കൂടി നീ പോവാൻ നേരത്തെ എന്തോ ഒരു കറുത്ത സാധനം പോണാണ്. ഇവന് മറ്റേ കണ്ണും പൂട്ടി അടിച്ച് നോക്കിയിട്ട് നമ്മളെ പണ്ടാരം ഒന്നും കാണാൻ പറ്റില്ല. എന്താ നമ്മളെ കളാഞ്ചിനെ കൊടുക്കാൻ റോച്ച കൊണ്ടുപോകണം. നമ്മളുണ്ടല്ല വെറുതെ ജസ്റ്റ് മീൻ പിടിക്കാൻ വന്നപ്പോൾ റോച്ച അടിച്ച് കയറ്റിയ മീനാണ് അത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ എന്തായാലും ഇത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് കറക്റ്റുള്ള കുഞ്ഞു കുഞ്ഞു മീനുകൾ കുറച്ച് കിടപ്പുണ്ട്, അതിനെ പിടിച്ച് കറി വെക്കാൻ നോക്കണം. റോച്ചയുടെ ചാനൽ നിങ്ങൾ പോയി നോക്കണം കേട്ടോ. ആ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ, മീൻ പിടിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ആരും ശല്യം ചെയ്യൊന്നുമില്ല, ഇടക്കിടക്ക് വീഡിയോ ഇടും. നമ്മുടെ വീഡിയോ കാണാതെ പറഞ്ഞു. ഇല്ല അങ്ങനെയല്ല, ആസാനായിട്ടുള്ള മീൻ. അപ്പൊ ഇന്ന് മാണ്ടരൊക്കെ പറഞ്ഞ പേര് മാറ്റാനായിട്ടില്ല. ആസാന ഒരു മീൻ അടിച്ചാലും മാണ്ടരേറ്റ് മാറ്റുള്ളൂ. ഇത് ഇവിടെ ഇനി എവിടെ അടിക്കാനാ കണ്ണില്ല, ആസാന അടിക്കാൻ പറ്റുമെന്ന് ഞാൻ പോയിട്ട് കറക്കി പിടിക്കട്ടെ. ഏയ് മച്ചാമരെ പറഞ്ഞേക്കട്ടെ ആസാന. നീ പറഞ്ഞു, നീ ഇഷ്ടം പോലെ പ്രസംഗിച്ചു. എന്നെ മറന്നുപോയേക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ടാവും. വേറെ ഒന്നുമല്ല, ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പോയി. അപ്പൊ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് വലിയ പിടിയൊന്നുമില്ല, ഞാൻ പഠിച്ചു തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാരും എന്റെ ചാനലിൽ കൂടെ ഒന്ന് കയറി ഒന്ന് നോക്ക്. അക്വാമാൻ റോച്ചാസ് വ്ലോഗ് എന്നൊക്കെയാണ് പേര്. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം, നല്ല കറക്കം വീഡിയോ കിട്ടും.